അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ യൂസർ സബ്മിറ്റ് OTP, അതിന് മുമ്പ് യൂസർ രജിസ്റ്റർ ചെയ്യുന്നു. യൂസർ രജിസ്റ്റർ കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ സമയത്ത് ഒരു ഇമെയിൽ പോകും. OTP സബ്മിറ്റ് ചെയ്യുന്നു, വെരിഫൈ നടക്കുന്നു, അതിനുശേഷം ലോഗിൻ നടക്കുന്നു, അതിനുശേഷം ക്രിയേറ്റ് പോസ്റ്റ്, ലൈക്ക് പോസ്റ്റ്. ഇതാണ് നമ്മുടെ ഫ്ലോ. ആ ഫ്ലോ കൃത്യമായിട്ട് ആദ്യം എഴുതി വെച്ചുകൊണ്ട് എന്താ, എനിക്ക് ആദ്യം ഉണ്ടാക്കേണ്ട എൻഡ് പോയിന്റ് എന്താണ്, സെൻഡ് OTP ആണ്. അത് കഴിഞ്ഞിട്ടാണ് വെരിഫൈ OTP എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യണം, അതിനുശേഷം /ക്രിയേറ്റ് പോസ്റ്റ്, അതിനുശേഷം ലൈക്ക് പോസ്റ്റ്. ഓരോ എൻഡ് പോയിന്റും എപ്പോൾ എഴുതണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ആ ഒരു ഫ്ലോ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പയ്യെ എന്നുവെച്ചാൽ ലൈക്ക് പോസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം ലോഗിൻ ചെയ്യാൻ ആർക്കും പറ്റിയാലല്ല അടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ലോഗിൻ ഒരുപാട് താമസിക്കാനുള്ള കാരണം നിങ്ങൾ ആദ്യം ഈ പറഞ്ഞ ക്രിയേറ്റ് പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ആ പറഞ്ഞ ഫ്ലോ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ കണ്ടു. അതിപ്പോൾ നമുക്ക് സബ്മിറ്റ് OTP കണ്ടു. അതിനുശേഷം എന്താ, നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഹൈ ലെവൽ ഓവർവ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വലി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതിൽ ഒന്നാമത് പറയും OTP ഫ്രം ദ യൂസറിൻ്റെ ഭാഗത്ത് OTP എടുക്കുന്നു. അതിനുശേഷം OTP സക്സസ്ഫുൾ ആണെങ്കിൽ അതിൻ്റെ സെഷൻ സെറ്റ് ചെയ്യുന്നു, ഫീഡിലേക്ക് റീഡയറക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രിയേറ്റ് പോസ്റ്റിലേക്ക് റീഡയറക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, OTP വാലിഡിറ്റി. ഇതൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ട് ചെക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ പറയുന്നത്. ഇൻപുട്ട് ചെക്ക് ഔട്ട്പുട്ട് വാലിഡിറ്റി, OTPയുടെ വാലിഡിറ്റി നോക്കിയതിന് ശേഷം സെഷൻ സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് വെച്ചാൽ അത് താഴോട്ട് പറഞ്ഞായിരുന്നു. എന്നുവെച്ചാൽ പറഞ്ഞു വരുമ്പോൾ തന്നെ മനസ്സിലായില്ല, ഫ്ലോ മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇറ്ററേറ്റീവ് കോഡിങ്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ പെർഫെക്റ്റ് കോഡിങ്ങിലേക്കാണ് നമ്മളെപ്പോഴും എയിം ചെയ്യുന്നത്, ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ആൻഡ്രോയിഡ് വേർഷനൊക്കെ പഴയ ഗാലക്സി ഫോൺ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അതിങ്ങനെ പയ്യെ ഗ്രാജുവലി ഇൻക്രിമെൻറ്റ് ചെയ്തൊന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈൻ ഓഫ് കോഡ് എഴുതി തുടങ്ങുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കി വെക്കുക, ഒരു വയർ ഫ്രെയിം ഉണ്ടാക്കി വെക്കുക. ആ വയർ ഫ്രെയിമിലൂടെ നിങ്ങൾ പയ്യെ ഒരു സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കോഡ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. എഴുതുന്ന എപ്പോഴാണോ ആ ഒരു കോഡ് തന്നെ ടെസ്റ്റ് ചെയ്യാം. എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, കാരണം ഇവിടെ നിന്ന് ഡീബഗ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഗെറ്റ് സംതിങ് വർക്ക് ദെൻ റീഫാക്ടർ. നിങ്ങൾ ആദ്യം ഹാർഡ് കോഡ് ചെയ്യുക. ഹാർഡ് കോഡ് എന്ന് വെച്ചാൽ വാല്യൂസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീഫാക്ടർ ചെയ്യാം. എന്ന് വെച്ചാൽ പാരാമെട്രൈസ് ചെയ്യേണ്ട ഭാഗമാണ്, അത് സീക്രട്ട് ആണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ വേരിയബിളിലേക്ക് മാറ്റി, ഒരു എൻവയോൺമെൻറ്റ് വേരിയബിളിലേക്കോ അല്ലെങ്കിൽ CI/CD പൈപ്പിലിൻ്റെ വേരിയബിളിലേക്കോ ഒക്കെ മാറ്റി അതിനെ ഹാർഡ് കോഡ് പാരാമെട്രൈസ് ചെയ്യാം.